നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ദേശീയപാതാ വികസനം. കരുനാഗപ്പള്ളിയിലെ മേൽപ്പാലത്തിന്റെ നീളം കൂട്ടും. കായംകുളം കാവനാട് റീച്ചിൽ വിവിധ സ്ഥലങ്ങളിൽ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നത് പരിഗണനയിൽ. കായംകുളം ഓച്ചിറ എന്നിവിടങ്ങളിലും മേൽപ്പാലങ്ങൾ വന്നിരുന്നു. സംരക്ഷണ പദ്ധതികൾ പ്രയോജനം ചെയ്തില്ല. അഷ്ടമുടി കായൽ നികരുന്നു. കായലിന്റെ ഒരു ഭാഗം 2.5 കിലോമീറ്റർ നീളത്തിൽ ചെളിയും മണ്ണും നിറഞ്ഞ് നികന്നു. കാലവർഷം എത്താറായി. കാറും കോളും നിറഞ്ഞ മനസ്സുമായി തീരദേശ ജനത. കൊല്ലം ജില്ലയിലെ തീരമേഖല കടൽ കയറ്റ ഭീഷണിയിൽ. ഓണാട്ടുകരയുടെ സ്വന്തം ജലരാജനാകാൻ പള്ളിക്കൽ ചുണ്ടൻ. ചുണ്ടന്റെ നിർമ്മാണത്തിനായി അവലോകന യോഗം. 1 കോടിയിലധികം രൂപയാണ് നിർമ്മാണ ചെലവ്. 2027 നെഹ്റു ട്രോഫിക്ക് മുമ്പായി നീറ്റിലിറക്കാൻ ശ്രമം. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കരുനാഗപ്പള്ളിയിലെ മേൽപ്പാലത്തിന്റെ നീളം കൂട്ടാൻ തീരുമാനം. ദേശീയപാതയിൽ കായംകുളം കൊറ്റുകുളങ്ങര മുതൽ കാവനാട് വരെയുള്ള റീച്ചുകളിൽ വിവിധ സ്ഥലങ്ങളിൽ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നതും പരിഗണനയിലുണ്ട്. കായംകുളം ഓച്ചിറ എന്നിവിടങ്ങളിലും മേൽപ്പാലങ്ങൾ വന്നേക്കും. ദേശീയപാത 66 കായംകുളം കുറ്റുകുളങ്ങര മുതൽ കാവനാട് വരെയുള്ള റീച്ചുകളിലാണ് വിവിധ സ്ഥലങ്ങളിൽ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നത് പരിഗണനയിലുള്ളത്. കരുനാഗപ്പള്ളി നഗരത്തിലെ മേൽപ്പാലത്തിന്റെ നീളം കൂട്ടുമെന്നും അധികൃതർ അറിയിച്ചു. കായംകുളം KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ പഴയ പാലത്തിനും പുതിയ അടിപ്പാതയ്ക്കുമിടയിൽ മേൽപ്പാലം നിർമ്മിക്കുന്നത് പരിഗണനയിലുണ്ട്. ഓച്ചിറ മേൽപ്പാലത്തിന് ഇരുവശവും 120 മീറ്റർ വീതം മേൽപ്പാലം നിർമ്മിക്കുന്നതാണ് പരിഗണനയിലുള്ള മറ്റൊരു പ്രവൃത്തി. ഇരുവശവും 4 സ്പാനുകൾ വീതം ഉണ്ടായിരിക്കും. കരുനാഗപ്പള്ളി നഗരത്തിൽ നിർമ്മിക്കുന്ന മേൽപ്പാലം താലൂക്ക് ആശുപത്രി വരെ നീട്ടുന്നതും പരിഗണിക്കപ്പെടുന്നുണ്ട്. നിലവിൽ ലാലാജി ജംഗ്ഷൻ മുതൽ ഹൈസ്കൂൾ ജംഗ്ഷൻ വരെ 1.2 കിലോമീറ്റർ നീളമാണ് പാലത്തിനുള്ളത്. നീളം കൂടുന്നതോടെ പാലത്തിന്റെ ആകെ നീളം 1.4 കിലോമീറ്റർ ആകും. മേൽപ്പാലത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലായി 242 പൈലുകൾ വീതമാണ് പൂർത്തിയാക്കിയത്. ഇതിൽ പടിഞ്ഞാറ് ഭാഗത്ത് 41 പില്ലറുകളിലും പൈൽ ക്യാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പില്ലറുകളിൽ 200 ഗർഡറുകൾ ഇതിനകം സ്ഥാപിച്ചിട്ടുണ്ട്. ലാലാജി ജംഗ്ഷൻ മുതൽ ഹൈസ്കൂൾ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് ഗർഡറുകൾക്ക് മുകളിൽ സ്ലാബുകൾ സ്ഥാപിച്ച് കോൺക്രീറ്റ് ഉൾപ്പെടെ പുരോഗമിക്കുകയാണ്. KMML ജംഗ്ഷനിലെ അടിപ്പാതയുടെ ഇരുവശവും 120 മീറ്റർ നീളത്തിൽ മേൽപ്പാലം നിർമ്മിക്കും. നീണ്ടകര പാലത്തിന് 100 മീറ്റർ കൂടി നീളം കൂട്ടാനും നീക്കമുണ്ട്. ഇവയുടെ കാര്യത്തിൽ അന്തിമ രൂപരേഖയായിട്ടില്ല. തീരുമാനമുണ്ടാകും വരെ നിർമ്മാണം നിർത്തിവച്ചിരിക്കുകയാണ്. പുതിയ രൂപരേഖ ഉൾപ്പെടെ തയ്യാറാക്കേണ്ടതുണ്ട്. അതിനുശേഷമേ നിർമ്മാണം പുനരാരംഭിക്കൂ. ഇവ കൂടാതെ മറ്റു പല സ്ഥലങ്ങളിലും മേൽപ്പാലങ്ങളോ അടിപ്പാതകളോ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. 31.6 കിലോമീറ്റർ വരുന്ന ഈ റീച്ചിൽ വിവിധ ഭാഗങ്ങളിലായി 20 കിലോമീറ്ററോളം 6 വരിപ്പാതയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ അനധികൃത പാർക്കിങ്ങും മറ്റും നിർമ്മാണത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ഇവ ഒഴിവാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാനാകൂവെന്ന് ദേശീയപാത നിർമ്മാണ കമ്പനി അധികൃതർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വീട്ടുമുറ്റത്ത് വെച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ ബുള്ളറ്റ് കത്തിച്ച നിലയിൽ. ആറന്മുള സ്റ്റേഷനിലെ CPO അഞ്ചൽ ആർച്ചൽ സ്വദേശി വിവേകിന്റെ ബുള്ളറ്റാണ് കത്തിച്ചത്. വീടിന്റെ സിറ്റ് ഔട്ടിൽ നിന്ന് വിവേകിന് ഭീഷണിപ്പെടുത്തിയുള്ള കത്ത് ലഭിച്ചു. വീടിന്റെ പടികളിൽ കരിയോയിൽ ഒഴിച്ച നിലയിലാണ്. കഴിഞ്ഞ രാത്രി 12 മണിയോടുകൂടിയാണ് വീട്ടുമുറ്റത്തിരുന്ന് വിവേകിന്റെ ബുള്ളറ്റ് കത്തുന്നത് വീട്ടുകാർ ജനൽ വഴി കണ്ടത്. ഉടൻ തന്നെ പുറത്തിറങ്ങിയ വീട്ടുകാർ അഞ്ചൽ പോലീസിൽ വിവരമറിയിച്ചു. വീടിന്റെ സിറ്റ് ഔട്ടിൽ നിന്നും വിവേകിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള കത്ത് ലഭിച്ചു. വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങുന്ന സിറ്റ് ഔട്ടിന്റെ പടികളിൽ കരിയോയിൽ ഒഴിച്ചാണ് അക്രമി സംഘം മടങ്ങിയത്. ഇതിൽ ചവിട്ടി വിവേകും വീട്ടുകാരും വീഴുകയും ചെയ്തു. ഞങ്ങള് പിന്നെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു കല്യാണത്തിന് പോയിട്ട് ഞാൻ വന്ന് മോൻ 5 പോയിട്ട് വന്ന് അങ്ങനെ ഞങ്ങൾ 10 മണിയായപ്പോഴത്തേന് കിടന്നുറങ്ങി. ഈ ഒരു ജനലിൻ്റെ ഒരു പാളി തുറന്നിട്ടാണ് ഇന്നലെ ഉറങ്ങുന്നത്, അറിഞ്ഞില്ല പാളി തുറന്ന് കിടന്നത്. അങ്ങനെ രാത്രി ഒരു 12 കൂടി ഈ ടയർ ഞങ്ങൾ വെളിയിറങ്ങി നോക്കിയപ്പോൾ ഈ ഗ്യാസിൻ്റെ ഇതുകൊണ്ട് മോൻ വെളിയിറങ്ങി നോക്കിയപ്പം വണ്ടി ബുള്ളറ്റ് കത്തിക്കൊണ്ടിരിക്കുക, ടയർ രണ്ടും കത്തിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അന്നേരം വെള്ളം ഒഴിച്ച് പൈപ്പൊന്നും കട്ട് ചെയ്തില്ലായിരുന്നു. വെള്ളം ഒഴിച്ച് ഞങ്ങൾ തീ അണച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഈ
പടി ഈ ഓയിൽ ഒഴിച്ചിരുന്നേ. ഞങ്ങൾ 3 പേരും മറിഞ്ഞു വീണു. ഞങ്ങൾ മറിഞ്ഞു വീഴാൻ വേണ്ടി മനഃപൂർവ്വം ഓയിൽ ഒഴിച്ചിരുന്നേ. അങ്ങനെ ഞങ്ങൾ 3 പേരും മറിഞ്ഞു വീണ്. എൻ്റെ ഇവിടെ ചെറിയ ഇതൊക്കെ പറ്റി. അങ്ങനെ എണ്ണയൊക്കെ ഇട്ട് തടവി. ഇനി ആസ്പത്രി പോവുക അങ്ങനെയുള്ള കാര്യങ്ങളാണ്. രാവിലെയാണ് ഈ ഭീഷണി കത്ത് ഇതിൻ്റെ മേളിൽ നിന്ന് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ അത് രാത്രി കണ്ടില്ലായിരുന്നു. രാവിലെ കണ്ടത് പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതിന് വേണ്ടുന്ന നടപടി എന്തുവെന്ന് വെച്ചാൽ മേലുദ്യോഗസ്ഥർ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. സംഭവത്തിൽ വിവേക് അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകിയതിനെ തുടർന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പുനലൂർ എസ് പി ഡോക്ടർ അപർണ സംഭവസ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഓണാട്ടുകരയുടെ സ്വന്തം ജലരാജനാകാൻ എത്തുന്നു പള്ളിക്കൽ ചുണ്ടൻ. വള്ളംകളി പ്രേമികളുടെ ദീർഘകാലത്തെ ആഗ്രഹ സഫലീകരണമായാണ് ചുണ്ടന്റെ നിർമ്മാണം. ഇതിനായി അവലോകന യോഗം ചേർന്നു. പള്ളിക്കലാറിന്റെ പേരാണ് ചുണ്ടനും നൽകുന്നത്. 1 കോടിയിലധികം രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത വർഷം നെഹ്റു ട്രോഫിക്ക് മുമ്പായി വള്ളം നീറ്റിലിറക്കാനാണ് ശ്രമമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വള്ളംകളി പ്രേമികളുടെ ദീർഘകാല ആഗ്രഹമാണ് യാഥാർത്ഥ്യമാകുന്നത്. ഓണാട്ടുകരയ്ക്ക് സ്വന്തമായൊരു ചുണ്ടൻ. കൊല്ലം ജില്ലയിലെ ജലമേളകളായ പ്രസിഡന്റ്സ് ട്രോഫി, കല്ലട ജലോത്സവം, കന്നേറ്റി ജലോത്സവം എന്നിവയിലൊന്നും കൊല്ലം ജില്ലയ്ക്ക് സ്വന്തമായൊരു വള്ളം മത്സരത്തിനിറങ്ങുന്നില്ല എന്ന നിരാശയ്ക്ക് പരിഹാരമായാണ് പള്ളിക്കൽ ചുണ്ടൻ നിർമ്മിക്കുന്നത്. ഇതിനായി കരുനാഗപ്പള്ളിയിൽ അവലോകന യോഗം ചേർന്നു. പള്ളിക്കലാറിന്റെ പേര് തന്നെ ചുണ്ടന് നൽകാനും തീരുമാനിച്ചു. കൊല്ലം ജില്ലയിൽ നല്ലവരായ കുറെ നാട്ടുകാർ ഇവിടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു നമുക്ക് ഇവിടെ ഒരു ചുണ്ടൻ വള്ളം പണിയുക എന്നുള്ളത്. 1996 നമ്മുടെ ഒരു ചുണ്ടൻ വള്ളം കന്നേറ്റി കായലിൽ കളിക്കാൻ വരുന്നത്. അപ്പോൾ അന്ന് മുതലുള്ള ഒരു ആഗ്രഹമാണ് നമുക്കൊരു ചുണ്ടൻ വള്ളം പണിയുക എന്നുള്ളത്. ഞങ്ങൾ കുറച്ച് നാളിന് മുമ്പ് ഒരു തീരുമാനമെടുത്തിരുന്ന ഒരു ചുണ്ടൻ വള്ളം പണിയാൻ വേണ്ടിയിട്ട്. എന്നാൽ ഞങ്ങൾ 2025 ഒരു കരുനാഗപ്പള്ളി താലൂക്കിലുള്ള എല്ലാ വള്ളംകളി പ്രേമികളെയും വിളിച്ച് ഞങ്ങളൊരു പൊതുയോഗം കൂടുകയും കരുനാഗപ്പള്ളി ഗസ്റ്റ് ഹൗസിൽ വെച്ചൊരു പൊതുയോഗം കൂടുകയും അതിനകത്ത് ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു ചുണ്ടൻ വള്ളം പണിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളൊരു ചുണ്ടൻ വള്ളം പണിയാൻ തീരുമാനിച്ചു. ആ വള്ളത്തിന്റെ പേരാണ് പള്ളിക്കൽ ചുണ്ടൻ. 1 കോടിയിലധികം രൂപയാണ് നിർമ്മാണ ചെലവ്. 2027 നെഹ്റു ട്രോഫിക്ക് മുമ്പായി വള്ളം നീറ്റിലിറക്കാനാണ് ശ്രമം. നിർമ്മാണത്തിനാവശ്യമായ തടി 30 കരുനാഗപ്പള്ളിയിൽ എത്തിക്കും. 31 ഘോഷയാത്രയായി നിർമ്മാണ സ്ഥലത്ത് തടി എത്തിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 100ലധികം വർഷം പഴക്കം ചെന്ന ആഞ്ഞിലിത്തടിയാണ് നിർമ്മാണത്തിന് വേണ്ടത്. മലയോര പ്രദേശത്ത് നിന്ന് 150 ഇഞ്ച് വണ്ണവും 50 അടിയിലേറെ ഉയരവുമുള്ള തടിയാണ് ഇതിനായി കണ്ടെത്തിയത്. ഒരു 150 വർഷത്തിന് മുകളിൽ പഴക്കം ചെന്ന ആഞ്ഞിലിത്തടി ഏകദേശം 148-150 ഇഞ്ച് വണ്ണമുള്ളതും 45 മുതൽ 50 അടി ഉയരമുള്ള ആഞ്ഞിലിത്തടികൾ. അതിനുവേണ്ടി തന്നെ നമ്മുടെ ഈ പ്രവർത്തകർ, അതായത് ഈ കമ്മിറ്റി അംഗങ്ങൾ ഹൈറേഞ്ച് മേഖലയിലെ പാല ആ സൈഡിലൊക്കെ പലതവണ പോയി വർക്കൗട്ട് ചെയ്ത് പല തടികൾ പോയി കണ്ടു. അങ്ങനെ അതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തടികളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ തടി 30-ാം തീയതി പാലയിൽ നിന്നും കരുനാഗപ്പള്ളി പള്ളിക്കൽ ചുണ്ടൻ വള്ള സമിതി വള്ളം പണി തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് 30-ാം തീയതി കൊണ്ടുവന്നാൽ അത് രാത്രിയിൽ നമ്മുടെ ലാലാജിമുക്കിൽ സ്റ്റേ ചെയ്തതിന് ശേഷം 31-ാം തീയതി ഏകദേശം ഒരു 10:30-11 മണിയാവുമ്പോൾ ബഹുമാനപ്പെട്ട കരുനാഗപ്പള്ളി MLA കൂടിയായ ശ്രീ CR മഹേഷിന്റെ നേതൃത്വത്തിൽ വളരെ നല്ല ഒരു ഘോഷയാത്ര, അതായത് ശിങ്കാരിമേളം, കൈകൊട്ടിക്കളി, ഒരു ബാൻഡ് മേളം ഇത്യാദി ഇതിനോടുകൂടി ചേർന്ന് അതിനെ ഒരു നല്ലൊരു ഘോഷയാത്രയായിട്ട് വള്ളം പണി തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ 31-ാം തീയതി ഉദ്ദേശിക്കുന്നത്. എടത്വ സാബു നാരായണനാശാരിയുടെ നേതൃത്വത്തിലാണ് ജോലികൾ. ജൂൺ മാസത്തിൽ നിർമ്മാണം ആരംഭിച്ച് 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് തീരുമാനം. 130 അടി നീളമുള്ള വള്ളത്തിൽ 110 തുഴക്കാർക്ക് തുഴയാനുള്ള സൗകര്യമുണ്ടാകും. 1100 ക്യൂബിക് അടി തടിയാണ് നിർമ്മാണത്തിന് വേണ്ടിവരിക. അച്ചു നിർമ്മാണത്തിനായി 250 ക്യൂബിക് അടി മാവിൻ തടിയും ഉപയോഗിക്കും. പള്ളിക്കൽ ചുണ്ടൻ സമിതിക്ക് വേണ്ടി ഷെയറുകളും മെമ്പർഷിപ്പും സ്വീകരിച്ച് ആവശ്യമായ തുക കണ്ടെത്താനാണ് സംഘാടകർ ലക്ഷ്യമിടുന്നതെന്ന് സമിതി പ്രസിഡന്റ് മുരളീധരൻ ചൈതന്യ, സെക്രട്ടറി നിസാർ മീനത്തേതിൽ, തമ്പാൻ, അൻവർ ആശ്വാസ്, രാജീവ് കന്നേൽ കിഴക്കതിൽ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മാലിന്യം തള്ളാനെടുത്ത കുഴിയിൽ തെരുവ് നായ്ക്കൾ കുടുങ്ങി. അഗ്നിരക്ഷാ സംഘം എത്തിയാണ് നായ്ക്കളെ രക്ഷപ്പെടുത്തിയത്.
ശാസ്താംകോട്ട രാജഗിരി സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിന്റെ പരിസരത്താണ് മാലിന്യം നിക്ഷേപിക്കാനായി വലിയ കുഴികൾ എടുത്തത്. മാലിന്യം തള്ളാനായി ശാസ്താംകോട്ട രാജഗിരി സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിന്റെ പരിസരത്താണ് വലിയ കുഴികൾ എടുത്തത്. ഈ കുഴികളിലാണ് 3 തെരുവു നായ്ക്കൾ കുടുങ്ങിയത്. കുഴികൾ ആഴമുള്ളതായിരുന്നതിനാൽ നായ്ക്കൾക്ക് പുറത്തേക്ക് എത്താൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. പഞ്ചായത്ത് അംഗം ശരത് എസ്.പിയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി. ഇവരുടെ ഇടപെടലിലാണ് 3 നായ്ക്കളെയും പുറത്തെടുത്തത്. രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ആവശ്യമായ സഹായം നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെഡ് ആന്റണി, പഞ്ചായത്ത് അംഗം ശരത് എസ്.പി തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. അഷ്ടമുടി കായൽ നികരുന്നു. കായലിന്റെ ഒരു ഭാഗം 2.5 കിലോമീറ്റർ നീളത്തിൽ ചെളിയും മണ്ണും നിറഞ്ഞ് നികന്ന അവസ്ഥയിലാണ്. അഷ്ടമുടി കായലിനെ സംരക്ഷിക്കാൻ നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോഴാണ് കായലും തകർച്ച നേരിടുന്നത്. അഷ്ടമുടി കായലിന്റെ സംരക്ഷണത്തിനായി ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്ന സന്ദേശമുയർത്തി വലിയ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. കായലിന്റെ പല ഭാഗത്തും സൗന്ദര്യവൽക്കരണവും നടത്തി. ലക്ഷങ്ങൾ ഇതിനായി ചെലവഴിച്ചു. എന്നാൽ കായലിന്റെ 2.5 കിലോമീറ്റർ ഭാഗം ഇപ്പോൾ നികരുന്ന സ്ഥിതിയാണ്. മാലിന്യങ്ങൾ തള്ളി കൂമ്പാരമായി മാറിയ സ്ഥിതിയും ഇവിടെയുണ്ട്. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിക്ക് ശേഷം യാതൊരുവിധ ശുചീകരണ പ്രവർത്തനങ്ങളോ വികസന പ്രവർത്തനങ്ങളോ അഷ്ടമുടി കായലിൽ നടത്തിയിട്ടില്ല. ആദ്യകാലങ്ങളിൽ ലക്ഷങ്ങൾ വിനിയോഗിച്ചാണ് ആധുനിക ഡ്രഡ്ജിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവിടെ നിന്നും ചെളി നീക്കം ചെയ്തിരുന്നത്. ഇപ്പോൾ ഇതെല്ലാം കാണാമറയത്തായി. കായൽ സംരക്ഷണത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, കോർപ്പറേഷൻ എന്നിവർ വൻതുക ചെലവഴിച്ചു. എന്നാൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും കായലിന്റെ സംരക്ഷണത്തിന് ഉതകുന്നതല്ല എന്ന തരത്തിലാണ് ഇപ്പോഴത്തെ സ്ഥിതി. അഷ്ടമുടി കായലിന്റെ നവീകരണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അഷ്ടമുടി കായലിലൂടെ ഹൗസ് ബോട്ടിൽ വിനോദസഞ്ചാര യാത്ര നടത്തിയതല്ലാതെ കൊല്ലം കോർപ്പറേഷന്റെ മുൻ ഭരണാധികാരികൾ ഈ അഷ്ടമുടി കായലിന്റെ നവീകരണ പ്രവർത്തനത്തിന് യാതൊന്നും ചെയ്തിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം ഇന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്ന പേര് പറഞ്ഞുകൊണ്ട് കൊല്ലം കോർപ്പറേഷനിൽ അഷ്ടമുടി കായലിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കേന്ദ്ര ഫണ്ട് അടക്കം അടിച്ചു മാറ്റിയിട്ടും അഷ്ടമുടി കായലിന്റെ യഥാർത്ഥ നവീകരണത്തിന് വേണ്ടിയിട്ട്, ജൈവ വൈവിധ്യമാർന്ന അഷ്ടമുടി കായലിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് യാതൊരു സംവിധാനവും ചെയ്തിട്ടില്ല എന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ആശ്രാമം ലിങ്ക് റോഡിലൂടെയുള്ള മനുഷ്യന്റെ ദുസ്സഹമായിട്ടുള്ള യാത്ര അത്രയും വ്യാപകമായിട്ടുള്ള ദുർഗന്ധം വമിക്കുന്ന രീതിയിലേക്ക് ഇന്ന് അഷ്ടമുടി കായൽ മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ 61 ചതുരശ്ര മീറ്റർ ഉണ്ടായിരുന്ന അഷ്ടമുടി കായൽ ഇന്ന് 30 ചതുരശ്ര മീറ്ററിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യം നമുക്കിന്ന് കാണാൻ സാധിക്കുന്നു. ഏകദേശം 2.5 കിലോമീറ്ററോളം അഷ്ടമുടി കായൽ ഇന്ന് നികന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ അഴിമതികൾ നടത്തിയ കോർപ്പറേഷന്റെ മുൻ ഭരണാധികാരികൾക്കെതിരെ കൃത്യമായിട്ടുള്ള ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് നമ്മളുടെ ആവശ്യം. കായൽ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും നടന്നിട്ടില്ല. അഷ്ടമുടി കായലിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണമെന്ന് കായൽ സംരക്ഷണ സമിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട്. അഷ്ടമുടി കായൽ സംരക്ഷണം എന്ന പേരിൽ മാമാങ്കം നടത്തിയിട്ടും അഷ്ടമുടി കായൽ ഇപ്പോൾ പഴയതിലും ശോചനീയമായ അവസ്ഥയിലാണ് അതിൻ്റെ അവസ്ഥ. അഷ്ടമുടി ബോട്ടേറ്റിയുടെ അടുത്ത്, അതായത് ബിവറേജ് ഔട്ട്ലെറ്റിലോട്ട് പോകുന്ന ഭാഗങ്ങളിലെല്ലാം മണ്ണും എക്കലും ചെളിയും ചേർന്ന് കിലോമീറ്ററുകളോളം പ്രദേശം നിലനിൽക്കുകയാണ്. അഷ്ടമുടിയുടെ നവീകരണത്തിന് വേണ്ടി കോടികളാണ് ഈ സർക്കാർ ചെലവാക്കിയിരിക്കുന്നത്. ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിയാണ് ഈ പദ്ധതികളെല്ലാം നടപ്പാക്കിയത്. കോടിക്കണക്കിന് രൂപ ചെലവാക്കിയാണ് അഷ്ടമുടി കായൽ ഡ്രഡ്ജ് ചെയ്തത്. അതോടൊപ്പം തന്നെ അഷ്ടമുടി കായലിൻ്റെ വിവിധ പ്രദേശങ്ങളായി സൗന്ദര്യവൽക്കരണം എന്ന പേരിലും കോടിക്കണക്കിന് രൂപ ചെലവാക്കി. അഷ്ടമുടി കായലിൻ്റെ തീരത്തെ കക്കൂസ് മാലിന്യങ്ങൾ വരെ പുറത്തേക്ക് തള്ളുന്നത് ഒഴിവാക്കുന്ന പദ്ധതിയിൽ പോലും കോടികളാണ് ചെലവിട്ടത്. എങ്കിൽ പോലും അഷ്ടമുടി കായൽ ഇന്നും തീരെ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മഴക്കാലമായതോടെ കുടവിപണി സജീവമായി. മഴക്കാലത്ത് മാത്രം കുട അന്വേഷിച്ചവർ ഇത്തവണ കടുത്ത വേനലിലും കുട ഉപയോഗിച്ചു. മഴക്കാലവും ഒപ്പം സ്കൂൾ തുറക്കലും എത്തിയതോടെ കുടവിപണി സജീവമായത്. കുട വിപണി ഉഷാറായതിന്റെ സന്തോഷത്തിലാണ് വ്യാപാരികൾ. മഴക്കാലത്ത് മാത്രം കുടയന്വേഷിച്ചവർ കടുത്ത വേനലിലും കുട തേടിയിരുന്നു. മഴക്കാലമായതോടെ കുടവിപണിയും സജീവമായിരിക്കുകയാണ്. തെരുവോരങ്ങളിലാണ് കുടവിപണി കൂടുതലായിട്ടുള്ളത്. 2 മാസമായി വിപണി ഉഷാറാണ്. ആദ്യ സ്റ്റോക്ക് തീർന്ന സ്കൂൾ വിപണിക്കായി വ്യാപാരികൾ പുതിയ സ്റ്റോക്കുകൾ എടുത്തിട്ടുണ്ട്. ബാഗിൽ കൊണ്ടു നടക്കാവുന്നവ 2, 3, 5 മടക്കുകളുള്ള കുടകളുണ്ടെങ്കിലും ജെൻസികൾക്കും പുരുഷന്മാർക്കും കാലൻ കുടകൾക്കാണ് പ്രിയം. വലിപ്പം, നിറം, രൂപകൽപ്പന എന്നിവയുടെ വൈവിധ്യത്താൽ കുടയിനങ്ങൾക്കാണ് ഡിമാൻഡ്. 2000 രൂപ വിലയുള്ള കുടകളുമുണ്ട്.
ഇത്തവണ മഴയ്ക്ക് മുമ്പുള്ള കൊടും ചൂടിനെ നേരിടാൻ സിൽവർ കോട്ടിംഗ് കുടകൾക്ക് ആവശ്യക്കാർ ഏറെയായിരുന്നു. സാധാരണ കുടകളേക്കാൾ ഇവ തണുപ്പ് നൽകുമെന്ന് തെരുവ് കച്ചവടക്കാർ പറയുന്നു. ഏതൊക്കെ ടൈപ്പാണ് കുടകളുള്ളത്? മൊത്തത്തില് എല്ലാം ഉണ്ട്. സ്റ്റിക്ക് ടൈപ്പ് ഉണ്ട്, പിന്നെ ഡിസൈൻ ടൈപ്പ് ഉണ്ട്, പിന്നെ ഇതുണ്ട്, മുത്ത് ടൈപ്പ് ഉണ്ട്, വിസിൽ ടൈപ്പ് ഉണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. 3 ഫോൾഡ് കുടകൾക്കാണ് പതിവ് പോലെ കൂടുതൽ ഡിമാൻഡ്. പ്രിയപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളുള്ളതും ഇഷ്ടപ്പെട്ട നിറങ്ങളിലുള്ളതുമായ കുടകൾ തന്നെ തെരഞ്ഞെടുക്കുന്നുണ്ട് കുട്ടികൾ. കൂടാതെ റെയിൻകോട്ടുകളും വിപണിയിൽ സജീവമാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കാലവർഷം എത്താറായതോടെ കാറും കോളും നിറഞ്ഞ മനസ്സുമായി തീരദേശ ജനത. കൊല്ലം ജില്ലയിലെ തീരമേഖല കടൽക്കയറ്റ ഭീഷണിയിലാണ്. ഓരോ മഴക്കാലത്തും പരവൂർ കൊല്ലം തീരദേശ റോഡ് കടലെടുക്കുന്നതും പതിവാണ്. സംരക്ഷണ ഭിത്തികളും പുലിമുട്ടുകളും തകർന്നു തുടങ്ങിയത് തീരദേശവാസികളുടെ നെഞ്ചിടിപ്പ് ഏറ്റുകയാണ്. 10 വർഷങ്ങളായി കൊല്ലം മുണ്ടക്കൽ ഭാഗത്ത് കടൽ കര കവരുന്നത് പതിവാണ്. ഇതുവരെ 30ഓളം വീടുകൾ കടൽ കവർന്നെടുത്തു. മുണ്ടക്കൽ മുതൽ കൊല്ലം ബീച്ച് വഴി പോകുന്ന ടാർ റോഡും കടൽ കവർന്ന് ഗർത്തങ്ങളായി മാറിയിരിക്കുന്നു. സമീപത്തെ വെടിക്കുന്ന് ഭാഗത്തെ വലിയൊരു ഭാഗം കടൽ വിഴുങ്ങി. ഈ ഭാഗത്ത് 100ലധികം വീടുകൾ കടൽ കൊണ്ടുപോയിട്ടുണ്ട്. കടൽ കയറ്റം മൂലം സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതിരുന്നവർ പുതിയ സ്ഥലങ്ങൾ തേടിപ്പോയി. ഫിഷറീസിൽ നിന്ന് ലഭിച്ച സഹായവും കയ്യിലുണ്ടായിരുന്ന തുകയും ചേർത്ത് പലരും വീട് വെച്ചു. പലർക്കും വീട് ഇതുവരെ അനുവദിച്ചിട്ടില്ല. അവർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. ഇതോടെയാണ് ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലായത്. ദുരിതങ്ങൾ മാത്രം ബാക്കി വെച്ചാണ് ഓരോ മഴക്കാലവും കടന്നു പോകുന്നത്. നഷ്ടപ്പെടുന്ന വീടുകൾ, സ്ഥലം, റോഡ്, വൃക്ഷങ്ങൾ എന്നിവയുടെ എണ്ണം ഏറി വരുന്നു. എപ്പോഴാണ് ഈ ദുരിതത്തിന് അറുതി ഉണ്ടാവുക എന്നാണ് തീരദേശവാസികൾ ചോദിക്കുന്നത്. വീടായിരുന്നു, അതെല്ലാം പോയി. ഇപ്പൊ റോഡും പോയി, പൈപ്പും പോയി, എല്ലാം പോയി കിടക്കുക. അതുകൊണ്ടോ പൈപ്പെല്ലാം പൊട്ടി പോയി കിടക്കും. ബീച്ച് വരെ പോയിട്ട് ആ വഴി ചിന്നക്കട ഇത് 3 വർഷം കഴിഞ്ഞു അവിടെ കയറിയിട്ട്. ഇവിടെ അങ്ങോട്ടൊക്കെ കുറേ വീടുകൾ പോയി, ഇനിയും കുറച്ച് വീടുണ്ട് ഇവിടെ. എൻ്റെ വീട് പാറയുടെ പാറയുടെ സൈഡിൽ നിൽക്കുക. പാറ അവിടം വരെ സേവപാറ വീട് അവിടം വരെ നോക്കിയിട്ടുണ്ട്. പിന്നെ ഇനി ഇങ്ങോട്ട് 4 മുട്ട കൊണ്ട് ഇടുമെന്ന് പറയും. എന്തുവാ എല്ലാവരും മാറി കടൽ കയറുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേലും മാറി താമസിക്കാൻ പറയും അവരെല്ലാം. പിന്നെ ഇതൊക്കെ നിർത്തിയതിന് ശേഷമാണ് ഇങ്ങോട്ട് കടൽ കയറുന്നത്. ഇവിടെ ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ പൂർണ്ണമായിട്ട് ഇത് ഇട്ട് നിന്നാൽ ഇങ്ങോട്ട് കയറായിരിക്കും. മഴക്കാലം എത്തുമ്പോൾ കാറും കോളും നിറയുന്നത് ഇവരുടെ മനസ്സിലാണ്. പരവൂർ മുതൽ കൊല്ലം വരെയുള്ള തീരദേശത്ത് വീടുകൾ പലതും കടലേറ്റ ഭീഷണി നേരിടുന്നു. പലയിടത്തും പല ഘട്ടങ്ങളായി കടൽ 100 മീറ്ററോളം കരയിലേക്ക് കയറിയിട്ടുണ്ട്. ഓരോ കാലവർഷത്തിലും പരവൂർ കൊല്ലം തീരദേശ റോഡ് കടലെടുക്കുന്നത് പതിവാണ്. 5 വർഷം മുമ്പ് കടലെടുത്ത തീരദേശ റോഡ് ഇതുവരെയും പുതുക്കിപ്പണി പൂർത്തീകരിച്ചിട്ടില്ല. നിർമ്മാണ പ്രവൃത്തികൾ പാതി വഴിയിലാണ്. ഒപ്പം സംരക്ഷണത്തിനായി പാകിയ കരിങ്കൽ ഭിത്തികളും പുലിമുട്ടുകളും തകർന്നു തുടങ്ങിയിരിക്കുന്നു. കാലവർഷമെത്താൻ 1-2 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ദുരിത ജീവിതത്തിന് എങ്ങനെ ഒരു ശമനമുണ്ടാകുമെന്നാണ് തീരദേശവാസികൾ ചോദിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സിദ്ധാർത്ഥ സാഹിത്യ പുരസ്കാരം എഴുത്തുകാരി ഡോക്ടർ സോണി ചെറിയാന് സമ്മാനിച്ചു. മന്ത്രി PC വിഷ്ണുനാഥാണ് പുരസ്കാരം സമ്മാനിച്ചത്. ടിബറ്റൻ താഴ്വാരത്തിന്റെ പശ്ചാത്തലത്തിലുള്ള സ്നോ ലോട്ടസ് എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. 50,000 രൂപയും ബുദ്ധപ്രതിമയും പ്രശംസാ പത്രവും അടങ്ങുന്ന പുരസ്കാരമാണ് സമ്മാനിച്ചത്. 13ാമത് സിദ്ധാർത്ഥ സാഹിത്യ പുരസ്കാരമാണ് പള്ളിമൺ ഗ്രീൻ കാമ്പസിൽ നടന്ന ചടങ്ങിൽ സമ്മാനിച്ചത്. സാഹിത്യകാരിയും റിട്ടയർഡ് കമാൻഡറുമായ ഡോക്ടർ സോണിയ ചെറിയാനാണ് പുരസ്കാരം ലഭിച്ചത്. മന്ത്രി PC വിഷ്ണുനാഥ് പുരസ്കാരം സമ്മാനിച്ചു. ഈ സ്കൂള് ഓഡിറ്റോറിയത്തിൽ ഈ കാലത്തിനിടയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അദ്ദേഹം എടുത്തു പറഞ്ഞ നവം സാംസ്കാരിക ഉത്സവത്തിൻ്റെ അടക്കമുള്ള അദ്ദേഹത്തെയും സിദ്ധാർത്ഥ ഫൗണ്ടേഷനെയും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ ഹാപ്പിനെസ് ഇൻഡെക്സ് വളരെ പ്രധാനമാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം അല്ലെങ്കിൽ മറ്റ് ഇൻഫ്രാസ്ട്രക്ചറിലുള്ള നമ്മുടെ പുരോഗതി ഒക്കെ വിലയിരുത്തി വികസനത്തെ വിലയിരുത്തുമ്പോൾ വ്യക്തികൾക്കുണ്ടാകുന്ന സന്തോഷം ആ രാജ്യങ്ങളുടെ പുരോഗതിയുടെ പ്രധാനപ്പെട്ട അളവുകോലാണ്. അപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മലയാളത്തിലെ എണ്ണം പറഞ്ഞ സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങളിൽ നിന്നാണ് ഈ സ്നോ ലോട്ടസ് ഈ വർഷത്തെ സിദ്ധാർത്ഥ സാഹിത്യ പുരസ്കാരത്തിന് ആയി തിരഞ്ഞെടുത്തത്. ഞാൻ സോണിയ ചെറിയാനെ ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അവരുടെ ഈ പുരസ്കാര ലബ്ധിയിൽ
കുണ്ടറയിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. 50,000 രൂപയും ബുദ്ധപ്രതിമയും പ്രശംസാപത്രവും അടങ്ങുന്ന പുരസ്കാരമാണ് സമ്മാനിച്ചത്. ടിബറ്റൻ താഴ്വാരത്തിന്റെ പശ്ചാത്തലത്തിൽ 8 വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ട ഗോവ എന്ന കുട്ടിയുടെ അന്വേഷണത്തിന്റെ കഥയാണ് സ്നോ ലോട്ടസ്. സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ സെക്രട്ടറി സുരേഷ് സിദ്ധാർത്ഥ സ്വാഗതം പറഞ്ഞു. നിരൂപകൻ പ്രസന്ന രാജൻ, ഫൗണ്ടേഷൻ ചെയർമാൻ സജീവ് മംഗലത്ത, ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ കുളപ്പാടം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മഹേശ്വരി, നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന നാസിമുദ്ദീൻ, പഞ്ചായത്ത് അംഗങ്ങളായ വേണുഗോപാൽ, ഗോപിക, ഓമനക്കുട്ടൻ എന്നിവരും പങ്കെടുത്തു. പ്രിൻസിപ്പൽ രോഹിണി VL നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാന സമ്മേളനവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. VHSC പ്രിൻസിപ്പൽ ഫോറത്തിന്റെ സംസ്ഥാന സമ്മേളനമാണ് കൊല്ലം പള്ളിമുക്കിൽ നടന്നത്. VHSC പ്രിൻസിപ്പൽ ഫോറത്തിന്റെ സംസ്ഥാന സമ്മേളനം നടത്തി. യാത്രയയപ്പ് സമ്മേളനവും ഇതോടനുബന്ധിച്ച് നടന്നു. NK പ്രേമചന്ദ്രൻ MP നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യാപകരുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുന്നതിന് വേണ്ടി നിയമസഭയിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കണമെന്നുള്ള നിവേദനം പ്രേമചന്ദ്രൻ MP സ്ഥലം MLA വിഷ്ണുമോഹന് കൈമാറി. സാധ്യമാക്കുന്നതിന് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് തൊട്ടടുത്ത നിയമസഭാ സമ്മേളനത്തിൽ VHSC പ്രിൻസിപ്പൽ ഫോറത്തിന്റെ ഈ ആവശ്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം, ചുമതല, അത് പരിഹരിക്കുന്നതിനുള്ള നേതൃപരമായ പങ്കുവഹിക്കാൻ ഞാൻ ഈ നിവേദനം നിങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രിയപ്പെട്ട ശ്രീ വിഷ്ണുമോഹൻ MLAക്ക്. കാരണം കേവലം ഔപചാരികമായ വിദ്യാഭ്യാസത്തിനപ്പുറത്ത് വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തു വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് സ്വയാർജിതമായി തൊഴിലെടുത്ത് ജീവിക്കാൻ പര്യാപ്തമായ നിലയിൽ അവരെ അധികാരവൽക്കരിക്കുക അല്ലെങ്കിൽ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 1983-84 അധ്യയന വർഷത്തിൽ, നേരത്തെ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ, ഇത് ആരംഭിച്ചത്. 1992 എയ്ഡഡ് വിദ്യാഭ്യാസവും ആരംഭിച്ചു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രംഗത്ത്. ഇന്ന് 2026-27 അധ്യയന വർഷത്തിൽ അല്ലെങ്കിൽ 2026-27 അധ്യയന വർഷം ആരംഭിക്കാൻ പോവുകയാണ് ജൂൺ മാസം 1-ാം തീയതി. നിങ്ങളോട് പറഞ്ഞത് കേട്ടപ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു പോയി, വിസ്മയിച്ചു പോയി. ഇത്രയും വർഷത്തെ 84-ഉം 16-ഉം ഏതാണ്ട് 26-ഉമായപ്പോൾ ഏതാണ്ട് 42 വർഷം കഴിഞ്ഞതിന് ശേഷവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്ത് പ്രിൻസിപ്പൽ തസ്തിക സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിരോധാഭാസമാണ്, ഏറ്റവും കനത്ത വിവേചനമാണ്. യാത്രയയപ്പ് സമ്മേളനം കൊല്ലം മേയർ AK ഹഫീസ് ഉദ്ഘാടനം ചെയ്തു. MLA വിഷ്ണുമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധങ്ങളായ വിഷയങ്ങളെ കുറിച്ച്, അത് അധ്യാപകരോ പ്രിൻസിപ്പളോ മാത്രമല്ല, നമ്മുടെ മേഖല, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖല നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് എനിക്ക് മുമ്പ് ഉദ്ഘാടന പ്രാസംഗികൻ പ്രിയപ്പെട്ട NK പ്രേമചന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചത്. അദ്ദേഹം ഒരു ചുമതല കൂടി എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനടക്കം ഇവിടെ നൽകിയ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപകരുടെയും അല്ലെങ്കിൽ പ്രിൻസിപ്പൽമാരുടെയും അടക്കമുള്ള ഈ മേഖല നേരിടുന്ന പ്രതിസന്ധി കേരള നിയമസഭയ്ക്കകത്ത് ഉന്നയിച്ച് സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന അതിന് അനിവാര്യമായ മാറ്റം, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം ഞാൻ ഈ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പാകെ അതിന്റെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് മുമ്പാകെ VPF സംസ്ഥാന പ്രസിഡന്റ് ഹാരിസ് M അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി S പത്മകുമാർ സ്വാഗതം പറഞ്ഞു. റിട്ടയർഡ് VHSC ഡെപ്യൂട്ടി ഡയറക്ടർ കരിക്കുലം M ഉബൈദുള്ള വിശിഷ്ടാതിഥിയായി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഫിനാൻസ് ഓഫീസർ ആൻഡ് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നിശാന്ത് V മുഖ്യാതിഥിയായി. സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്കുള്ള ആദരവ് NK പ്രേമചന്ദ്രൻ MP നിർവഹിച്ചു. സദക്കത്തുള്ള ഷൈജിത്ത്, ശ്രീകുമാർ, ഷാലു ജോൺ, പ്രദീപ് കുമാർ, സുനിൽ കുമാർ, ജിനേഷ്, ബിജോയ്നാഥ്, യാസർ, മുഹമ്മദ് ഇസ്മയിൽ, സഞ്ജീവ് കുമാർ, ദിലീപ് RK തുടങ്ങിയവർ പങ്കെടുത്തു. VPF സംസ്ഥാന ട്രഷറർ സിന്ധു പ്രഭാകർ വരവ് ചെലവ് കണക്കുകളും റിപ്പോർട്ടും അവതരിപ്പിച്ചു. VSF സംസ്ഥാന ജനറൽ സെക്രട്ടറി S പത്മകുമാർ സ്വാഗതവും കോർഡിനേറ്റർ പ്രേംരാജ് നന്ദിയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത വികസനം. കരുനാഗപ്പള്ളിയിലെ മേൽപ്പാലത്തിന്റെ നീളം കൂട്ടും. കായംകുളം കാവനാട് റീച്ചിൽ വിവിധ സ്ഥലങ്ങളിൽ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നത് പരിഗണനയിൽ. കായംകുളം, ഓച്ചിറ എന്നിവിടങ്ങളിലും മേൽപ്പാലങ്ങൾ വന്നിരുന്നു. സംരക്ഷണ പദ്ധതികൾ പ്രയോജനം ചെയ്തില്ല. അഷ്ടമുടി കായൽ നികരുന്നു. കായലിന്റെ ഒരു ഭാഗം
2.5 കിലോമീറ്റർ നീളത്തിൽ ചെളിയും മണ്ണും നിറഞ്ഞ് നികന്നു. കാലവർഷം എത്താറായി. കാറും കോളും നിറഞ്ഞ മനസ്സുമായി തീരദേശ ജനത. കൊല്ലം ജില്ലയിലെ തീരമേഖല കടൽ കയറ്റ ഭീഷണിയിൽ. ഓണാട്ടുകരയുടെ സ്വന്തം ജലരാജനാകാൻ പള്ളിക്കൽ ചുണ്ടൻ. ചുണ്ടന്റെ നിർമ്മാണത്തിനായി അവലോകന യോഗം. 1 കോടിയിലധികം രൂപയാണ് നിർമ്മാണ ചെലവ്. 2027 നെഹ്റു ട്രോഫിക്ക് മുമ്പായി നീറ്റിലിറക്കാൻ ശ്രമം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.